എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ പ്രബോധനം കൊണ്ട് ഫലം കാണാതെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെയും ഓരോ സമുദായത്തിലേക്ക്, ഓരോ ജനതയിലേക്ക് അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പടച്ചവനെ അതാ പ്രബോധനവുമായി ഒരു നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. ജനങ്ങളെ ഉപദേശിക്കുകയാണ്, ജനങ്ങളോട് അല്ലാഹുവിനെ കുറിച്ച് പറയുകയാണ്, സ്വർഗത്തെ കുറിച്ച് പറയുകയാണ്, നരകത്തെ കുറിച്ച് പറയുകയാണ്. ജനങ്ങളെ എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകുന്നില്ല. ജനങ്ങളെ എത്ര ഉപദേശിച്ചിട്ടും അവര് നന്നാകുന്നില്ല. അങ്ങനെ ജനങ്ങൾ നന്നാകാതെ വന്നപ്പോ എത്ര പറഞ്ഞിട്ടും ഇവര് നന്നാകുന്നില്ലല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാമിന് അവരോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അവിടുന്ന് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം വന്നു. അവിടുന്ന് ജനങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നാട് വിട്ടുപോയ സംഭവം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഒരു പ്രവാചകനെ അല്ലാഹു ഒരു സമുദായത്തിലേക്ക് നിയോഗിച്ചാൽ അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ എവിടെന്ന് പോകരുത്. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ എവിടെന്ന് പോകരുത്. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാം പ്രഭാതം മുതൽ പ്രദോഷം വരെ തന്റെ സമുദായത്തിനോട് ഈ ലോകത്തിന്റെ അധിപനായ ഏകയിലാകായ പടച്ചറബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാതെ വഴിവിട്ടുകൊണ്ട് അധികാരികളെ പോലെ ജീവിക്കുന്നത് കണ്ടപ്പോ യൂനുസ് നബി അലൈഹിസ്സലാമിന് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് വല്ലാത്ത ദേഷ്യം വന്നു, അവിടുന്ന് വല്ലാത്ത കോപം വന്നു. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന രംഗമതാ ഖുർആൻ അവിടുന്ന് പറയുകയാ. വദന്നൂനി ഇദ്ഹബ് മുഗാദിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫി الظلمات لا إله إلا أنت سبحانك إني كنت من الظالمين. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. നമുക്കൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മൾ പിടിച്ചു നിർത്താറില്ല. ദേഷ്യമുണ്ടാകുന്ന സമയത്ത് പിന്നെ എന്തൊക്കെയാ ചെയ്യണത് എന്ന് നമുക്ക് തന്നെ അറിയാറില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നു. യൂനുസ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തിലേക്ക് നിയോഗിച്ചു, ഒരു ജനതയിലേക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം, രാവും പകലും മുഴുവനും അല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഒരുത്തരും കേൾക്കണില്ല. ഒരാളും അവിടെ അല്ലാഹുവിലേക്ക് കടന്നു വരാതെ വന്നപ്പോ യൂനുസ് നബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, വല്ലാത്ത ദേഷ്യം വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂനുസ് നബി അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ അവിടെ നിന്ന് പോയി ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി. ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്ക്, അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ഓർക്ക്, അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോയി കളഞ്ഞ സന്ദർഭം. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ ജനതയുടെ മുന്നിൽ നിന്ന് പോയ സന്ദർഭം, അദ്ദേഹത്തെ ഞാൻ ഞെരുക്കമുണ്ടാക്കിയില്ലെന്ന് അവിടെ നിന്ന് ഖുർആൻ ചോദിക്കുക. നമുക്ക് ചരിത്രമറിയാം. യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കപ്പലിലേക്ക് കയറി. യൂനുസ് നബി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് വന്ന് കപ്പലിലേക്ക് കയറി. ജനങ്ങൾ മുഴുവനും കപ്പലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, കപ്പല് മുങ്ങാൻ പോകുകയാ, കപ്പല് നശിക്കാൻ പോകുകയാ. അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാളുണ്ട്, അദ്ദേഹത്തെ ഈ കപ്പലിൽ നിന്ന് എടുത്തെറിയാതെ നമ്മൾ രക്ഷപ്പെടൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഞെറുക്കിട്ടു ആരാണെന്ന്. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരെടുത്തു. അങ്ങനെ കടലിലേക്ക് യൂനുസ് നബിയെ വലിച്ചെറിഞ്ഞു. ഒരു മീൻ വന്നിട്ട് യൂനുസ് നബി അലൈഹിസ്സലാമിനെ വിഴുങ്ങി. മീനിന്റെ വയറ്റിൽ 40ഓളം ദിവസം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹു ഞെരുക്കി കളഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂനുസ് നബി അലൈഹിസ്സലാം അതിന്റെ ആ മീനിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നു. അവിടുന്ന് ചരിത്രം പറയുന്നു, അള്ളാഹുവിന്റെ അനുവാദം കിട്ടാതെ ജനങ്ങളെ വിട്ടുകൊണ്ട് പോയതിന് ഒരു പ്രവാചകന് യോജിച്ചതല്ല. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ പോകാൻ പാടില്ല.
എന്നിട്ടും യൂനുസ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷണത്തിന് വിധേയനാക്കി. കപ്പലിൽ കയറി അദ്ദേഹത്തെ കടലിലേക്ക് ചാടേണ്ടി വന്നു. ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഏതാനും ദിവസങ്ങളോളം അതിന്റെ ഉള്ളറയിൽ കിടന്ന് പ്രയാസപ്പെടേണ്ടി വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ യൂനുസ് നബി അലൈഹിസ്സലാം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഒരു ദിക്ർ ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ആ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ഈ ഒരു ദിക്ർ പറഞ്ഞതുകൊണ്ടാണ് കരയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മീൻ അവിടെ നിന്ന് ഇങ്ങനെ തുപ്പിയിട്ടിട്ട് പോയത്. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കടക്കേണ്ടി വരുമായിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൽ പോകുമ്പോൾ നമുക്ക് ആ സ്ഥലം കാണാം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ കാണാം. യൂനുസ് നബിയുടെ റൗള ഷരീഫ് കാണാം. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മീൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് തുപ്പിയിട്ട് കൊടുത്ത സ്ഥലം ഇന്ന് ബീച്ചാത്. ഇന്ന് ആ സ്ഥലം ബീച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യൂനുസ് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മനോഹരമായ നല്ലൊരു മഖാം. അൽഹംദുലില്ലാഹ്. പ്രവാചകന്മാരുടെ ഖബറുകൾ നമുക്ക് പോയി കാണണം. ഒരുപാട് ഖബറുകൾ കിടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ അമീർ പറഞ്ഞു തന്നു, ഇവിടെയാണ് യൂനുസ്. നോക്കുമ്പോൾ അങ്ങോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇവിടുത്തെ ബീച്ചുകളിൽ തന്നെ പോകാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ ബീച്ചുകളിൽ തന്നെ പോകാൻ പറ്റുന്നില്ല. പിന്നെ അവിടുത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താപ്പോൾ ഒന്ന് പോയാൽ കൊള്ളാൻ തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, യൂനുസ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. കോപിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഞെരുക്കം കൊടുത്തു, പരീക്ഷണം കൊടുത്തു. കടലിൽ മീനിന്റെ വയറ്റിൽ 40 ദിവസം കിടന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കിക്ക്, എങ്ങനെ കിടന്നിട്ടുണ്ടാകും. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുക, ഇതൊക്കെയല്ലേ അത്ഭുതം. ഒരു മീനിന്റെ വയറ്റിനകത്ത് യൂനുസ് നബി അലൈഹിസ്സലാം ദിവസങ്ങളോളം കിടന്നില്ലേ, എന്നിട്ട് ജീവനോടെ തിരിച്ചു വന്നില്ലേ. പക്ഷെ നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണമെങ്കിൽ പറയും ഇതൊക്കെ കള്ളമെന്ന്, ഇതൊക്കെ വെറുതെയാണെന്ന് നമ്മൾ പറയുക. ഇതൊക്കെ സത്യമല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്, നമ്മുടെ കോപത്തെ നമ്മളൊന്ന് ശമിപ്പിക്കണം. ചുമ്മാ ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴുണ്ടാകുന്ന നഷ്ടം മനസ്സിലാക്കാൻ യൂനുസ് നബിയുടെ ചരിത്രം നമുക്ക് ഉപകാരപ്പെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോപം അത് ഒതുക്കലും അടക്കലും പ്രകടമായ വിധത്തിൽ അത് മറക്കലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലുമാണ് ഇതിന്റെ ലക്ഷ്യം. ആ കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുവാനും വിട്ടുവീഴ്ചകൾ ചെയ്യുവാനും അള്ളാഹുവിന് ഭയന്നുകൊണ്ട് താഴ്മയോടുകൂടി ജീവിക്കണമെന്നാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. കോപം അടക്കി വെക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂലവരെന്ന് പറയുകയാ. കോപം അടക്കി വെക്കുന്നവരെയാണ് അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. അല്ലാഹു അവരെ പുകഴ്ത്തുകയാണ്, അല്ലാഹു വാഴ്ത്തുകയാണ്, അല്ലാഹു സ്വാഗതം പറയുകയാണ്, അല്ലാഹു അവരെ അനുമോദിക്കുകയാണ്. ആരെയാണ് അല്ലാഹു അനുമോദിക്കുന്നത്? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖത്തിലും സന്തോഷത്തിലും ദുഃഖമുണ്ടാകുമ്പോഴും വിഷമത്തിന്റെ അവസ്ഥയിലും പടച്ചവനെ അല്ലാഹു കൊടുത്തത് ക്ഷമിക്കുന്നവരുണ്ടല്ലോ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ. കോപമുണ്ടാകുന്ന സമയത്ത് അതിനെ ഒതുക്കി വെക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പടച്ചവനെ സ്വർഗ്ഗം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ്
അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. അത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ അല്ലാഹു വല്ലാതെ സ്നേഹിക്കുന്നു. ക്ഷമിക്കുന്നവരെ, ക്ഷമിക്കുന്നവരെ, കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കോപം മൂടിവെക്കുന്നതിനെ കുറിച്ച്, ഈ കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ഒരുപാട് ആയത്തുകൾ കാണാം, ഒരുപാട് ഹദീസുകൾ കാണാം, ഒരുപാട് ചരിത്രങ്ങൾ കാണാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനേ, സർവ്വതിനും മുത്തുനബി അവിടുന്ന് മാതൃക കാണിച്ചിട്ടുണ്ട്, തന്റെ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ പറയുകയാ, മുശ്രിക്കുകളെ പ്രവാചകന് ഉപദ്രവിച്ചതിൽ ഏറ്റവും കഠിനം നിറഞ്ഞത് ഏതാണ്? ചോദിക്കുകയാ, മുശ്രിക്കീങ്ങൾ, ശത്രുക്കൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രവിച്ചതിൽ വെച്ച് ഏറ്റവും കഠിനമായത് എന്തായിരുന്നു? അവിടുന്ന് സ്വഹാബിയോട് ചോദിക്കുമ്പോൾ മഹാനവറുകൾ അവിടുന്ന് അംർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് പറഞ്ഞു നമസ്കരിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഉഖ്ബത്ത് ഇബ്നു അബൂ മുഈത്ത് എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമലിലുണ്ടായിരുന്ന തട്ടമെടുത്തുകൊണ്ട് നബിയുടെ കഴുത്ത് ബന്ധിക്കുകയും ശക്തമായി വലിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്ന് പ്രവാചകന്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് കഴുത്തിൽ മുറുകിയിട്ടൊരൊറ്റ വലി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിയുടെ കഴുത്ത് ബന്ധിപ്പിക്കുകയും ശക്തമായി വലിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞ മറുപടി, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, ഒരു മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ വധിക്കുകയാണ്. ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിക്കണേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് തരുന്ന പ്രവാചകനെ വധിക്കാനാണോ നിങ്ങൾ നോക്കുന്നത്? പലരും അവിടെ നിന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉഖ്ബത്ത് ഇബ്നു മുഈത്തിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ നിലപാട് ഉപദ്രവിച്ചില്ല. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ ചുമലിൽ കിടന്ന ഷാളെടുത്ത് കഴുത്തിനകത്തിട്ടിട്ട് അങ്ങോട്ട് മുറുക്ക. പടച്ചോനെ, ഇത്രയും വലിയ ഒരു ദ്രോഹം ചെയ്തിട്ട് പോലും റസൂലുള്ളാഹി തങ്ങൾ കോപിച്ചില്ല. നബി അവിടെ നിന്ന് കൊല ചെയ്യാൻ നോക്കിയിട്ടും പ്രവാചകൻ കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തില്ല. അള്ളാഹുവിന് വേണ്ടി അവിടെ നിന്ന് ക്ഷമിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ നിന്ന് പറയുകയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ വിഷയമുണ്ടായിട്ടും ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാ ചെയ്തത്. മഹാനായ നബിയനാ റസൂലുള്ളാഹി. പക്ഷെ നമ്മളാണെങ്കിൽ ഒന്നും പറയേണ്ട, ചുമ്മാതെ വീട്ടിലെങ്ങനെയാണ് ഇരിക്കുമ്പോൾ ആ മക്കളെങ്ങാനും വന്നൊരു നുള്ളണം. അപ്പം അറിയാം, ഇവിടെ ചുമ്മാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് മക്കളെങ്ങാനും വന്നിട്ട് ഒരു അടി തരണം. മക്കളടിക്കട്ടെ, ഭാര്യയും നാട്ടുകാരും പോകട്ടെ. മൊബൈലിൽ വല്ലതും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മേലൊന്ന് നോവിച്ചാൽ, ഒന്ന് ഉറക്ക സംസാരിച്ചാൽ തന്നെ നമുക്ക് കോപം വരും. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കി കൊല്ലാൻ നോക്കുമ്പോഴും റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ക്ഷമിച്ചു, സഹിച്ചു. ആ മനുഷ്യന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്തു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷം ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയ അനസ് റളിയല്ലാഹു തആല അൻഹു. 10 വർഷക്കാലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമ, ജോലിക്കാരൻ, വേലക്കാരൻ. ആ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 10 സിനീൻ ഫമാ ഖാല ലീ ഉഫ്ൻ വലാ ലിമൻ അസ്നഅത്. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം 10 വർഷം ഞാൻ പ്രവാചകന് ഖിദ്മത്ത് ചെയ്തു, ജോലി ചെയ്തു. എന്നിട്ട് പറയാ, അതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് ഛേ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. 10 വർഷം ജോലി ചെയ്തിട്ട്
10 വർഷക്കാലം അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നിട്ട് അടിക്കുകയോ ചീത്ത വിളിക്കുകയോ വഴക്കെന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് വീണ് വിട്ടു എന്താന്ന് ചോദിക്കണം. ഇങ്ങനെ പോലും നീ എന്തേ കാണിക്കണേ? നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഛേ എന്ന് ചോദിക്കുക. അങ്ങനെ പോലും ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ അത് പോകട്ടെ, സ്വഹാബി പറയുകയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ ഇത് എന്തിനിങ്ങനെ ചെയ്തു എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഈ 10 വർഷക്കാലം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടന്നിട്ട് എന്തിനാ ഇത് ചെയ്തേ, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് സ്വഹാബി പറയുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളാണെങ്കിൽ പടച്ചവനെ തൂക്കിക്കൊല്ലും. നമ്മളൊക്കെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഈ അടുത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിനാ ചെയ്തത്? കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീണ് പൊട്ടിപ്പോയി. ഇതിനാ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീണ് പൊട്ടിപ്പോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു നമ്മൾ വായിച്ചവരാ പത്രങ്ങളിലൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കടിച്ചു കീറുന്ന ഒരു സ്വഭാവം മക്കളോട് പോലും, പിന്നെയാണ് കൂടെ ജോലി ചെയ്യുന്നവരോട്, തൻ്റെ സ്റ്റാഫുകളോട് ക്രൂരത കാണിക്കുന്നവരുടെ കാലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. മറ്റൊരു സംഭവം കാണാം. അൻ സിനാൻ ഇബ്നു അബി സിനാൻ റളിയല്ലാഹു തആല അൻഹു സഹാബിയ. അവിടുന്ന് മഹാനവറുകൾ പറയുകയാ, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യുകയുണ്ടായി. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോയി. ജനങ്ങൾ പകലിന്റെ മധ്യത്തിൽ വിശ്രമിക്കുന്നതിനായി വലിയ മുള്ളുകളുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പോയി. യുദ്ധം നടക്കുന്ന വേളയിൽ സ്വഹാബികൾ മുഴുവനും അന്ന് വളരെ കഷ്ടപ്പാടാണല്ലോ. അങ്ങനെ യുദ്ധത്തിന്റെ വേളയിൽ എല്ലാവരും മുള്ളുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലാണ് പോയി. എല്ലാവരും ഇങ്ങനെ കിട്ടിയ മരങ്ങളുടെ ചുവട്ടിൽ പോയി. ഇന്ന് പിന്നെ ചൂടാണ്, മരുഭൂമിയാണ്, റെസ്റ്റ് എടുക്കാൻ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ പോകുമ്പോൾ പ്രവാചകൻ തന്റെ വാള് ഉരിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വാളെടുത്ത് വിടുന്നു തൂക്കിയിട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന് കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാളെടുത്ത് പ്രവാചകനെ കൊല്ലാൻ നോക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധത്തിന് പോയ പ്രവാചകൻ ഉറങ്ങുമ്പോൾ അവിടുന്ന് പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അവസാനം പിടിക്കപ്പെട്ടു. അവസാനം അവിടുന്ന് ചോദിച്ചു, ഞാൻ മുഹമ്മദ്, നിന്നെ ഞാൻ കൊല്ലും. റസൂലുള്ളാഹി തങ്ങൾ കോപിക്കുകയോ, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല, മനുഷ്യനെ വെറുതെ വിടുകയായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി വെറുതെയൊന്നുമല്ല. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലരെ പരിഗണിച്ച സന്ദർഭങ്ങളുണ്ട്. യുദ്ധം കഴിഞ്ഞു, ഗനീമത്ത് സ്വത്തുകൾ കളഞ്ഞിട്ട് പോകുമല്ലോ, ശത്രുക്കളെ കളഞ്ഞിട്ട് പോകുന്ന അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമ്പാദ്യങ്ങൾ അതിങ്ങനെ കൊടുക്കുന്ന സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധത്തിന്റെ ദിനം നബി ഒരു വിഭാഗം ആളുകളെ കൂടുതലായിട്ട് പരിഗണിച്ചു. ചില വ്യക്തികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർഹതപ്പെട്ടവർക്ക് ഇത്തിരി കൂടുതൽ കൊടുക്കും. അർഹതപ്പെട്ടവർക്ക് അങ്ങനെ ചിലരെയൊക്കെ പ്രവാചകൻ അവിടെ നിന്ന് പരിഗണിച്ചു. ഒരു വിഭാഗം ആളുകളെ കൂടുതൽ പരിഗണിച്ചപ്പോൾ അഖ്റഅബിബ്നു ഹബീസിന് 100 ഒട്ടകങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്ക് അവിടെ നിന്ന് 100 ഒട്ടകങ്ങളെ കൊടുത്തു. ചരിത്രം പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഒരുപാട് പേർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകി. അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഈ വിഭജനത്തിൽ അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കപ്പെടുന്നില്ല. അർഹതപ്പെട്ടവർക്ക് റസൂലുള്ളാഹി തങ്ങൾ ഇത്തിരി കൂടുതൽ കൊടുത്തപ്പോൾ പറഞ്ഞു, കുടുംബക്കാർക്കൊക്കെ വാരിക്കോരി കൊടുക്കണോ, നമുക്കൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, അല്ലാഹു ആ മനുഷ്യന് കരുണ ചൊരിയട്ടെ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയില് എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിദിനത്തിന് ചോറ് വിളമ്പുമ്പോൾ ചിലർക്കൊക്കെ ഇത്തിരി കൂടുതൽ കൊടുക്കുമ്പോൾ ഒരുത്തം നിന്ന് പറയാണ്ടോ, ഇമാമൊക്കെ കൊണ്ട് എല്ലാം കോരി കുടുംബക്കാർക്ക് മൊത്തം കൊടുക്കട്, നമുക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പറയും? നമ്മുടെ മറുപടി എന്തായിരിക്കും? എന്ത് സജിയണ്ണ ഇവിടെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അജയ് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാ, ഉണ്ടോടാ അവൻ്റെ ആൾക്കാർക്ക് മൊത്തം കൊടുക്കും. പറഞ്ഞത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ കളിയാക്കുന്ന രീതിയിൽ
മുത്തുനബി അവർക്ക് മാത്രം വാരിക്കോരി കൊടുക്കുന്നു, നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ മനുഷ്യൻ അള്ളാഹു മൂസാ നബിയോട് കരുണ കാണിക്കട്ടെ, അവിടുന്ന് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യുകയാ ചെയ്തത്, ഇവിടുന്ന് ദേഷ്യപ്പെടുകയായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. നബിയുടെ സ്വന്തം കാര്യത്തോടും ഒരിക്കലും പ്രവാചകൻ അവിടുന്ന് കോപം കാണിച്ചിട്ടില്ല. ഇത് നാട്ടുകാരോടാണെങ്കിലും വീട്ടുകാരോടാണെങ്കിലും സഹാബത്തിനോടാണെങ്കിലും പുറത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും. നമ്മൾ പുറത്തൊക്കെ നല്ലവരായിരിക്കും, അകത്ത് നമ്മൾ പൊളിയായിരിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ വീട്ടുകാരോടും അങ്ങനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല കാര്യങ്ങളിലും അവിടുന്ന് പ്രവാചകന് മിണ്ടാതിരിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങള് മതത്തിന്റെ വിഷയം വന്നാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുവീഴ്ചയില്ല. വേറെ ഏത് കാര്യത്തിലും പ്രവാചകൻ അവിടുന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തില് ദീനിന്റെ പവിത്രതയ്ക്ക് കളങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന് വല്ലാത്ത കോപമായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് വമാ ഇന്തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഇല്ലാ അൻ തുൻഹക ഹുർമത്തുല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും പ്രതികാര നടപടിയെടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കിടന്ന പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ വ്യക്തിപരമായ കാര്യത്തിൽ ഒരിക്കലും പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാൻ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അതിൽ വല്ല അനാദരവും കാണിച്ച പ്രവാചകൻ അവിടുന്ന് നടപടിയെടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കാറില്ല, ആരാണെങ്കിലും പ്രവാചകൻ അവിടുന്ന് പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചരിത്രങ്ങൾ അറിയാം, എത്രയോ ചരിത്ര സംഭവങ്ങൾ അറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാമിന്റെ നിയമത്തിന്റെ വിഷയത്തിലെ നിയമത്തിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ല. ചരിത്രം പറയുകയാ, ഒരാള് മോഷണം നടത്തുന്ന ആളുടെ കൈ മുറിക്കണമെന്ന ഇസ്ലാമിന്റെ നിയമം. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അള്ളാഹു കാക്കുമാറാകട്ടെ. മോഷ്ടിക്കുന്നവന്റെ കൈ മുറിച്ചു കളയണമെന്ന. അങ്ങനെ ഒരിക്കൽ ഒരു മോഷണം നടത്തി. അപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരാളാണ് മോഷണം നടത്തിയത്. അപ്പൊ കൈ മുറിക്കാന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്, നാണക്കേട, മാനക്കേട. അങ്ങനെ ചില ആൾക്കാർ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് സ്വാധീനിക്കാൻ, പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് കുടുംബക്കാരൊക്കെ അല്ലേ, അപ്പൊ എങ്ങനെയെങ്കിലും ഇതൊന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മകള് ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഞാൻ മുറിക്കും കൈ. എൻ്റെ കരളിൻ്റെ കഷ്ടമെന്ന് ഞാൻ പറയുന്ന എൻ്റെ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എൻ്റെ ഫാത്തിമയാണ് ചെയ്യുന്നതെങ്കിലും ഇസ്ലാമിൻ്റെ വിധി തന്നെ, അവിടുന്ന് ഞാൻ മുറിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവിടുന്ന് തയ്യാറാകില്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. ദീനിന്റെ വിഷയത്തിൽ കോപം മനുഷ്യന്റെ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹു പടച്ചപ്പോൾ തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കോപം ഉണ്ടാകാന്നുള്ളത്. പക്ഷേ ആ കോപത്തെ നാം എപ്പോഴാണോ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നത് അപ്പോഴാണ് നമ്മൾ ഏറ്റവും വലിയ ശക്തനാകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം കോപം ഒതുക്കി വെക്കാനുള്ള വഴി എന്താ? ഇനി അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? എന്തായാലും കോപം വരും. ഈ പറയണ എനിക്കും ചില സമയത്ത് ശൈത്താൻ കൂടാറുണ്ട്. ഈ പറയണ നമുക്ക് എല്ലാവർക്കും ശാരീരിക്കണം, നമുക്കൊക്കെ പല സമയങ്ങളിലും BP കൂടാറുണ്ട്. അള്ളാഹു നമ്മുടെ കോപം മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഇപ്പം നിങ്ങൾക്കും കോപം വരുന്നില്ലേ? ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പടച്ചന് സമയമായി, 10:15 നമുക്കും ഇടയ്ക്ക് വരുന്നില്ലേ? അപ്പോൾ കോപം തണുപ്പിക്കാനുള്ള മരുന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാരണം നമ്മൾ പറയുന്ന വാക്കിൻ്റെ വില പറഞ്ഞവൻ മറന്നുപോകും, പക്ഷെ കേട്ടവൻ മറക്കൂല. ഒരടിയടിച്ചാൽ ഒരല്പനേരം കഴിയുമ്പോൾ അതിൻ്റെ വേദന അങ്ങ് പോകും. പക്ഷെ അമ്പ് തറയ്ക്കുന്നത് പോലെയാണ് ചിലർ പറയുന്ന വാക്കുകൾ. മനസ്സിലേക്ക് തറച്ചുപോയാൽ മരിക്കണ കാലം വരെ മറക്കാൻ പറ്റൂല. അതാ പറയാറില്ല, കൈവിട്ട കമ്പും കൈവിട്ട കല്ലും
നോക്കണം, അളിയും പറഞ്ഞിട്ട് അകത്ത് കയറിയിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, എങ്ങനെയാണ് നമ്മുടെ കോപത്തെ നമുക്ക് ശമിപ്പിക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരെങ്ങനെയാണ് ഒരാള് തന്റെ സഹോദരനിൽ വല്ല അക്രമം നേരിട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനപഠന നടപടിക്രമങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണമെന്നല്ല, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നത് വിട്ടുവീഴ്ച ചെയ്യണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ അവിടെ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, കൊലയ്ക്ക് കൊല. ആ പടച്ചവൻ എങ്ങനെ സൗദി അറേബ്യയിൽ നടക്കുന്ന നിയമങ്ങളൊക്കെ അറിയാം. പക്ഷേ വിട്ടുവീഴ്ച ചെയ്യുന്നവന് വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൽ അങ്ങനെ നിയമങ്ങളുണ്ടെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ക്ഷമിക്കുന്നവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമെന്തെന്നറിയുമോ? വല്ലാത്ത പ്രതിഫലമാണ്, വല്ലാത്ത പ്രതിഫലമാണ്. എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഒന്നാമതായിട്ട് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാ, എങ്ങനെയാണ് നമ്മുടെ കോപത്തെ നമ്മൾ ശമിപ്പിക്കേണ്ടത്? ക്ഷമയും വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ടാണ്. പടച്ചവനെ, ക്ഷമയും വിട്ടുവീഴ്ചയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് വേണ്ടത്. ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ഒരു ഗുണമാണ്. പടച്ചവനെ, ഒരു മനുഷ്യൻ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയാൽ, എന്തെങ്കിലും ചെയ്തു പോയാൽ അതിന് പ്രതികാരം ചെയ്യാൻ അല്ലാഹുവിന്റെ ദീനിൽ നിയമമുണ്ട്. പക്ഷേ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചാലോ, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാലോ പടച്ചവനെ വല്ലാത്ത പ്രതിഫലമാണ്. എന്തോ പടച്ചവന്റെ സ്വർഗ്ഗം കിട്ടാൻ. ഗൾഫ് നാട്ടിലൊക്കെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പകരെന്താ ചെയ്യാ? കൊല്ല. എത്രയോ പേരങ്ങനെ വധിക്കപ്പെടുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്താലോ കുടുംബക്കാർ പറയുന്നു, അവനെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുന്നു, അൽഹംദുലില്ലാ, ജീവൻ തന്നെ തിരിച്ചു കിട്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യുക, ക്ഷമിക്കുക. എന്തെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം. ഇപ്പൊ വീട്ടിൽ നമ്മുടെ മക്കള് പാത്രം കൊണ്ടുവരുന്നു, തറയിൽ വീണ് പൊട്ടിപ്പോയ അല്ലാഹു അതിന് അത്രയും വിധിച്ചിട്ടുള്ള അങ്ങനെ കാണാം. അല്ലാതെ ബദർ യുദ്ധം നടത്തി ആ പൊട്ടിയ ഗ്ലാസ് തിരിച്ചു വരുമോ? പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾ പഠിക്കണം. മക്കളെയൊക്കെ തല്ലുന്ന ഭാര്യമാർ, മക്കളെ തല്ലുന്ന എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, വീട്ടിലെ വേലക്കാരി എന്തെങ്കിലും പോയി, വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു കിട്ടാറില്ല. നാം ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുക. ഇവിടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നു പോയാൽ വിട്ടുവീഴ്ച ചെയ്യണം. ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. അടങ്കലോടെ കൊണ്ടുപോയി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനാ? അടങ്കലോടെ കൂടെ എനിക്കറിയുന്ന, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലർക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു കട തുടങ്ങി പടച്ചവനെ, കടയിൽ വല്ലാത്ത ആത്മാർത്ഥതയാണ്. ഒരു സ്റ്റാഫിനും ഇല്ലാത്ത ആത്മാർത്ഥത. ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല, അത്രയും ആത്മാർത്ഥത. ഓനാ കട തുറക്കുന്നതും കട പൂട്ടുന്നതും. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംശയം തോന്നിയിട്ട് പിടിച്ച് ക്യാമറയൊക്കെ വെച്ച് നോക്കിയപ്പോൾ എല്ലാ ദിവസവും കട പൂട്ടിയിട്ട് പോകുമ്പോൾ അടിച്ചുകൊണ്ട് പോവാ. അവസാനം ഓനെ പിടിച്ചു, തെളിവ് സഹിതം പിടിച്ചു. ഓനെ വിളിച്ച് സംസാരിച്ചപ്പോൾ 1.5 വർഷം കൊണ്ടവൻ 9.25 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി. 9.25 ലക്ഷം രൂപ. എല്ലാവരും ഒരുമിച്ച് കൂടി. ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനം. തെറ്റുകൾ നമ്മൾ തിരുത്തുക. ചിലർക്ക് അങ്ങനെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഉത്സാഹമാണ്. അവരെ വിട്ട് പിന്നെ എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം? അടിച്ചിട്ടോ ഇടിച്ചിട്ടോ കാര്യമില്ല, പോയത് പോയി. നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓനടുത്ത കടയിൽ പോകും, ഓൻ നന്നാകല്ല. അവൻ അവിടെ നിന്ന് വിടുമ്പോൾ അവൻ അടുത്ത സ്ഥലം നോക്കി പോകും. എടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, ഞങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ ഉസ്താദെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, ബേക്കറി വിറ്റ് കുറച്ച് പൈസ ഇരുന്നു. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ബേക്കറി തുടങ്ങാനുണ്ട്, ഞങ്ങളുടെ കൂടെ ഷെയർ ചേരുന്നു. ആളെ കണ്ടപ്പോഴത്തേക്ക് പടച്ചവനെ ഓടിപ്പോയി ഷെയർ ഇട്ടു. അവസാനം ഉദ്ഘാടനത്തിൻ്റെ അന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ പറയുന്നു, 10ൻ്റെതാണ്. നോക്കുമ്പോൾ ലക്ഷങ്ങൾ പടച്ചവനെ മുക്കിയിരിക്കുക.
ഇതുപോലെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവസാനം ഓൻ പറഞ്ഞു എൻ്റെ 8 ലക്ഷം പോയി ഉസ്താദേ, എൻ്റെ 8 ലക്ഷം പോയി. ഏറ്റവും കൂടുതൽ കൊടുത്ത ആൾ കടയെടുത്തു, ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ചതിയും വഞ്ചനയും അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര നാളാ സഹോദര ഇതൊക്കെ വാഴ്ത്തൊന്നുമില്ല. കുറച്ചോളവും ബഹളമൊക്കെ ഉണ്ട്. പണ്ട് അറബി യതീംഖാനയിലാക്കിയിട്ട് വന്ന ചിലരൊക്കെ വലിയ ഏക്കർ കണക്കിന് വസ്തുവും വലിയ കോടീശ്വരന്മാരായി. പക്ഷെ ഇപ്പോഴോ എല്ലാം പോയി. അധ്വാനിച്ചുണ്ടാക്കുന്നത് മാത്രമേ വാഴുകയുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മോട്ടിച്ചും പിടിച്ചു പറിച്ചും കള്ളത്തരങ്ങളിലൂടെ ഉണ്ടാക്കിയതൊക്കെ കുറച്ച് നാളുണ്ടാകും, പക്ഷെ പോകുമ്പോൾ സമ്പാദിച്ചത് മുഴുവനും പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിട്ടുവീഴ്ചകൾ ചെയ്യുക. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് രണ്ടാമതായി നമുക്ക് പറഞ്ഞു തരികയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണം. ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, കോപത്തിന് പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് കോപമുണ്ടാകുന്നതെന്നറിയുമോ? കോപം മനസ്സിലാക്കിയിട്ടാണ് അവിടെ നിന്ന് ചികിത്സിക്കേണ്ടത്. പ്രവാചകൻ പറയുന്നു, അഹങ്കാരം കൊണ്ട്, ദുരഭിമാനം കൊണ്ട്, അമിത തമാശ കൊണ്ട്, പരിഹാസം കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് ഇവയെല്ലാം മനുഷ്യനെ കോപത്തിലെത്തിക്കാറുണ്ട്. തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അടികൂടുന്ന കാണാം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഈ അടുത്തിങ്ങനെ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു. കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പയ്യനും കൂടെ ഇരുന്ന് ചോറുണ്ണുകയാണ്. കല്യാണം കഴിഞ്ഞില്ലപ്പാ, ഒരു പെണ്ണും ചെറുക്കനും കൂടെ ഇരുന്ന് ചോറുണ്ണുമ്പോൾ കുട്ടികൾ എന്തോ കാണിക്കുക. ഓനൊരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാവരും കളിയും തമാശകളൊക്കെ ചെയ്തുകൊണ്ട് പുതിയ പെണ്ണിനെയും പയ്യനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പടച്ചോനെ ചോനെ എല്ലാം കൂടെ എടുത്ത് മറിക്കണുണ്ട്. എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ റഹ്മാനെ, ക്ഷമയുണ്ട് കേട്ടോ, ചെറുപ്പക്കാർക്ക് ക്ഷമയുണ്ട്. നമ്മുടെ അങ്ങോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പുതിയാപ്പളയെ കൊണ്ടുവന്നിട്ട് എന്തെല്ലാം കാണിക്കുന്നില്ലേ. അവന് ക്ഷമയില്ല എന്ന് പറയാൻ പറ്റൂല. ഒരു സ്പ്രേ കൊണ്ടുവന്ന് മുകളിലടിക്കുന്ന കാണാം. എന്തൊക്കെ കാണിക്കണേ. ഒരുത്തനെയാണെങ്കിൽ വീട്ടിൽ പടച്ചവനെ മുളകിൻ്റെ സ്പ്രേ എങ്ങാണ്ട് വെച്ചിട്ട് ഹോസ്പിറ്റലിലായി ഈ അടുത്ത്. എന്തൊക്കെയാ കാണിക്കണം. ഓന് നല്ല ക്ഷമയുണ്ട് കേട്ടോ. ഓൻ തിരിച്ചു കൊടുത്തല്ലേ തിരിച്ചു കിട്ടാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, തമാശ പറഞ്ഞിട്ട് തല്ലും, പരിഹസിക്കും. അഹങ്കാരം, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ കോപത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം അവിടെ നിന്ന് ഉപേക്ഷിക്കണമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുന്നു. ഞാനൊരു ചാട്ട കൊണ്ട് എൻ്റെ അടിമയെ മർദ്ദിക്കുന്നത് കണ്ടു. എൻ്റെ അടിമയെ ഞാനിവിടെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഉപദേശിച്ചതായി ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യണേ, നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യണേ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, علموا ويسروا ولا تعسروا وإذا غلب أحدكم فليستقطب. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എളുപ്പമാക്കുക, നിങ്ങൾ പ്രയാസമാക്കരുത്. നിങ്ങളിൽ ആർക്കെങ്കിലും കോപമുണ്ടായാൽ നിങ്ങൾ മൗനം പാലിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് കോപമുണ്ടാകുന്ന സമയം നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക, അതാണ് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്, അല്ലേ? ഒരാൾക്ക് പണ്ട് ചില ആൾക്കാരങ്ങനെ കോപം വന്നു കഴിഞ്ഞാൽ മിണ്ടൂല, മിണ്ടാതെ എവിടെങ്കിലും പോയിരിക്കും. അതാണ് ഞാനും എൻ്റെ സഹോദരിമാരോട് പറയുന്നത്. ഭർത്താവിന് കോപമുണ്ടെന്ന് മനസ്സിലായാൽ മിണ്ടാതെ പോയിരിക്കലാണ് നല്ലത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് നല്ലത്, ശരീരത്തിന് നല്ലത്. എന്താ മിണ്ടാതിരുന്നേക്കുക, അവനവൻ്റെ കാര്യം നോക്കി മിണ്ടാതെ അവിടെ കാണാം. മക്കളോട്, മക്കളെ പോയി കിടന്നുറങ്ങിക്കോ, ദിക്റും ദുആവും എല്ലാം പറഞ്ഞ് കിളവിയിട്ടുണ്ട്. ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കും, ബാപ്പായി കിളവിയിട്ടുണ്ട്, മിണ്ടാതെ പോയിരുന്നോളാം. ശരീരം നല്ലത് മിണ്ടാതിരിക്കലാണ്. കോപമുണ്ടാകുന്ന സമയത്ത് മിണ്ടാതിരിക്കൽ നല്ലതാണ്. കാരണം പറഞ്ഞു പോകുന്ന വാക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. മൗനം പാലിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് പ്രവാചകൻ പറയുകയാ, നാലാമത്തെ കാര്യം, അബൂ ദർ റളിയല്ലാഹു തആല അൻഹു قال إن رسول الله صلى الله عليه وسلم قال لنا إذا غلب أحدكم وهو قائم فليجلس فإن ذهب عنه الغلب وإلا فليلتجئ. മഹാനായ നബിഗന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും കോപമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കട്ടെ എന്ന് നബിഗന റസൂലുള്ളാഹി. നല്ലൊരു സൈക്കോളജി വശമാണ്. കോപമുണ്ടാകുന്ന സമയത്ത് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ പൊതുയോഗത്തിൽ പറയണേ, നീ ഇരിക്കുന്നവർ, അതുകൊണ്ടല്ലേ ഇരിക്ക്. എല്ലാം കൂടെ ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരാൾ പറയും ഇരിക്ക്. കാരണം നിന്ന് കഴിഞ്ഞാൽ ശരിയാകാറില്ല. നിന്ന് കഴിയുമ്പോൾ കൈ ചൂണ്ടും അല്ലേ? നിന്ന് കഴിയുമ്പോൾ ഒരു മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ ചിലര് ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കൈപൊക്കിട്ട്, നീ എന്താ കൈപൊക്കണ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിൽക്കുന്ന സമയത്താണ് നിനക്ക് കോപം വരുന്നതെങ്കിൽ നീ അവിടെ ഇരിക്കുക, അവനവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവന്റെ കോപം നീങ്ങിപ്പോകുന്നത് വരെ അവൻ അവിടെ ഇരിക്കട്ടെ. ഇല്ലെങ്കിലോ, നിൽക്കുന്ന മനുഷ്യന് കോപമുണ്ടായി ഇരുന്നിട്ടും പോണില്ലേ, കടന്നേക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ, അവിടെ കടന്നേരെ. നീ അവിടെ കടക്കുന്നതിലൂടെ നിന്റെ കോപം ഇനി പരീക്ഷിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയം നിങ്ങളൊന്ന് ഇരുന്ന് നോക്ക്. ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഒന്ന് കടന്നു നോക്ക്. ആ കടന്നു നോക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നേരെ മറിച്ച് കിടത്തത്തിൽ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? നിൽക്കുന്ന സമയത്താണ് കോപമുണ്ടാകുന്നതെങ്കിൽ ഇരിക്കണം. ഇരുന്നിട്ട് കോപം മാറുന്നില്ലെങ്കിൽ കടക്കണം. ഇനി കടക്കണ സമയത്താ വരുന്നെങ്കിലും, ബെഡ്റൂമിൽ ഭാര്യയുടെ കൂടെ കടക്കണ സമയത്താ ഹാലിളവുന്നതെങ്കിലും ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കുക. അവിടെ കടക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കടക്കുന്ന സമയത്ത് കടക്കയിലാണ് നിങ്ങൾ ആ ദേഷ്യം വരുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റിരിക്കുക. ഇരുത്തത്തിൽ ദേഷ്യം വന്നാൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിൽക്കുമ്പോ കോപം വന്നാൽ ഇരിക്കണം, ഇരിക്കുന്നിട്ട് മാറുന്നില്ലെങ്കിൽ കിടക്കണം. ഇനി കിടക്കുന്ന സമയത്താണെങ്കിൽ എഴുന്നേറ്റിരിക്കണം, ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, ഇനി നിൽക്കുന്ന സ്ഥലം എന്നിട്ട് നിങ്ങളില്ല എന്നിട്ട് മാറണില്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്നാ പണ്ടുള്ളവരൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പതുക്കെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് അങ്ങ് പോയേക്കും, അല്ലെങ്കിൽ പുറത്തേക്ക് വീട്ടിനകത്ത് വഴക്കും ബഹളവും കേൾക്കുമ്പോൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് പതുക്കെ സമാധാനത്തോടെ ഇറങ്ങി അങ്ങ് പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ടും മാറണില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാലാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ കോപമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിൽക്കണേ, ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ. അല്ലെങ്കിൽ പടച്ചവനെ, നിൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഇരിക്കൂ, ഇരുന്നിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ കിടക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാണ്, ഏറ്റവും എളുപ്പവഴി കോപം തണുപ്പിക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? സുലൈമാൻ ഇബ്നു സുറദ് റളിയല്ലാഹു തആല അൻഹു ഖാല ഇസ്തബഅ റജുലാൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹനു ഇൻദഹു ജുലൂസ് വഅഹദുഹുമാ യസുബ്ബു സാഹിബഹു. മഹാനായ സഹാബി അവിടെന്ന് പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് രണ്ടുപേരിരിക്കുകയാണ്. രണ്ട് വ്യക്തികൾ ഇരുന്നിട്ട് നബിയുടെ മുന്നിൽ നിന്ന് വഴക്കുകൂടുകയാ. അത് കേൾക്കാനിടയായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഒരാളുടെ മുഖം ചുമക്കുകയാണ്, കടുത്തു വണ്ണം വെക്കുകയാണ്. പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന രണ്ട് സ്വഹാബികൾ പരസ്പരം വഴക്കുകൂടി ഒരാളുടെ മുഖം ചുമക്കുകയാണ്. കോപം സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യന്റെ മുഖം ചുമക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലവടെന്ന് പറയുകയാ, എനിക്കൊരു വചനം അറിയാം, അത് മനുഷ്യനും പറഞ്ഞാൽ
അവന്റെ കോപം ശമിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു മുന്നിലിരുന്ന് പരസ്പരം വഴക്കുകൂടി പടച്ചവനെ മുഖം പോലും ചുവന്നു പോവുകയാണ്. കോപം സഹിക്കാൻ കഴിയാതെ രണ്ടുപേരും വല്ലാത്ത ശത്രുതയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഇരിക്കുന്നവരോടൊപ്പം പറയുകയാ, എനിക്കൊരു വാചകമറിയാ, അതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കോപം അവിടെ നിന്ന് പോവുക, അവന്റെ ദേഷ്യം അവിടെ നിന്ന് പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആ വഴക്ക് കൂടിയ സ്വഹാബികൾ പോലും ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഏതാണ് നബിയേ, പഠിച്ചു വെച്ചോ സഹോദരി. അതാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ കേട്ടു. സഹികെട്ടിട്ട് കോപം വരുമ്പോ അറിയാതെ എന്തെങ്കിലും പറയുന്നതിനേക്കാളും നല്ലത് പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ അടുക്കൽ കയർക്കുമ്പോ, നിന്നെ വഴക്ക് പറയുമ്പോ, നിന്നോട് ദേഷ്യപ്പെടുമ്പോ പടച്ചവനെ തിരിച്ചെന്തെങ്കിലും പറയണമെന്ന് നിനക്ക് തോന്നുമല്ലോ. ആ സമയത്ത് ആ കോപം ശമിക്കാനുള്ള, ആ കോപത്തെ ശമിപ്പിക്കുവാനുള്ള മരുന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ. പലരും പറയുന്ന ഉസ്താദേ വല്ലാത്ത ദേഷ്യമാണ്, ഈ കുട്ടിക്ക് വല്ലാത്ത ദേഷ്യമാണ്, ഭർത്താവിന് വല്ലാത്ത ദേഷ്യമാണ്, ഭാര്യയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്, എന്റെ മൂക്കിന്റെ തുമ്പിലാണ് ദേഷ്യം ഇരിക്കുന്നത് എന്ന് പറയുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് മരുന്ന് പറഞ്ഞു തരികയാ. ഏത് കോപത്തെയും തകർക്കാൻ കഴിയുന്ന, ഏത് കോപത്തെയും ശമിപ്പിക്കാൻ കഴിയുന്ന ഒരു നന്മ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് തല്ലുകൂടിക്കൊണ്ടിരുന്ന സ്വഹാബികൾ പോലും അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ. അവിടെ നിന്ന് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഏത് കോപത്തെയും ശമിപ്പിക്കാൻ കഴിയുന്ന, ഏത് കോപത്തെയും പെട്ടെന്ന് ശമിപ്പിക്കാൻ കഴിയുന്ന വാചകം എന്തെന്നറിയുമോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.